ക്ലാസ് 12ക്കാർക്ക് അവരുടെ പ്രാക്ടിക്കൽ എന്തായാലും ടൈട്രേഷൻ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ടൈട്രേഷൻ തന്നിരിക്കുന്നത് M/20 മോർ സോൾട്ട് സൊല്യൂഷൻ തന്നിട്ട് ടൈട്രേറ്റ് ഇറ്റ് വിത്ത് KMnO4 ആണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ടു ഫൈൻഡ് ഇറ്റ്സ് മൊളാരിറ്റി ആൻഡ് സ്ട്രെങ്ത് എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം അതിൻ്റെ പേപ്പറിൽ എയിം എഴുതുക. എയിം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് അതിൻ്റെ എയിം. അത് കഴിഞ്ഞതിന് ശേഷം ബേസിക് പ്രിൻസിപ്പിൾസ് എഴുതുക. ബേസിക് പ്രിൻസിപ്പിൾസിനകത്ത് നിങ്ങൾ KMnO4ൻ്റെയും അതുപോലെ തന്നെ ഫെറസ് സൾഫേറ്റിൻ്റെയും ഓക്സിഡേഷൻ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എഴുതി ബാലൻസ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. കാരണം നമുക്കത് പ്രോബ്ലത്തിൽ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചില ടീച്ചേഴ്സ് പ്രൊസീജിയർ എഴുതാൻ പറയും, ചിലർ എഴുതണ്ടെന്ന് പറയും. അത് ഡിപ്പെൻസ്. അത് കഴിഞ്ഞതിന് ശേഷം ബേസിക് പ്രിൻസിപ്പിൾ കഴിഞ്ഞിട്ട് പ്രൊസീജിയർ എഴുതാൻ പറഞ്ഞാൽ എഴുതുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒബ്സർവേഷൻ കോളം വരയ്ക്കുക. ഒബ്സർവേഷൻ കോളത്തിനകത്ത് എന്തൊക്കെ വേണം? ഇനീഷ്യൽ റീഡിങ്, ഫൈനൽ റീഡിങ്, വോളിയം ഓഫ് മോർ സോൾട്ട് ടേക്കൺ, ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് പേപ്പർ മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുക. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ പിപ്പറ്റും പ്യൂററ്റും എല്ലാം പ്യുവർ വാട്ടറിൽ വാഷ് ചെയ്ത് അല്ലെങ്കിൽ റിൻസ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ തന്നിരിക്കുന്ന KMnO4 അതിൻ്റെ മൊളാരിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമ്മൾ പ്യൂററ്റ് നമ്മൾ ഇത് വെച്ചൊന്ന് റിൻസ് ചെയ്യുക. റിൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ KMnO4 സൊല്യൂഷൻ നമ്മുടെ ആ പ്യൂററ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നിറയ്ക്കുക. പിന്നെ ചെയ്യേണ്ടത് വെയിറ്റ് എടുക്കുകയാണ്. മോർ സോൾട്ടിൻ്റെ വെയിറ്റ് എടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് എത്രയാണെന്നുള്ളത് പറയും, ചിലപ്പോൾ നിങ്ങൾക്ക് വൈവേയിൽ അവർക്ക് ചോദിക്കാം. എന്തായാലും വെയിറ്റ് എടുക്കുന്നത് നിങ്ങൾ പഠിച്ചിരിക്കണം. അതെങ്ങനെയാണ് അതിൻ്റെ വെയിറ്റ് എടുക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. എത്ര എമൗണ്ട് എടുക്കണമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം അത്രയും വെയിറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വോളിമെട്രിക് ഫ്ലാസ്കിലേക്ക് ത്രൂ ദ ഫണൽ ഈ മോർ സോൾട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് നമ്മൾ 2 to 5 ml ഓഫ് സൾഫ്യൂറിക് ആസിഡും ഡിസ്റ്റിൽഡ് വാട്ടറും കൂടി എടുത്തിട്ട് നമ്മൾ ഇത് 100 ml ആക്കി വെക്കണം. ഏത് നമ്മുടെ മോർ സോൾട്ട് 100 ml ആക്കി വെക്കണം. അവിടെ ഒരു വൈവ ക്വസ്റ്റ്യൻ വരും, വൈ യു ആർ ആഡിങ് ദിസ് സൾഫ്യൂറിക് ആസിഡ്, ഡൈലൂട്ട് സൾഫ്യൂറിക് ആസിഡ്. അത് രണ്ട് കാര്യമാണ്. ഒന്ന് ടു പ്രിവെൻറ്റ് ഹൈഡ്രോളിസിസ് ആൻഡ് അതർ വൺ ടു പ്രിവെൻറ്റ് ദ ഓക്സിഡേഷൻ. അപ്പോൾ ഫെറസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യണത്. ഇനി നമ്മൾ മോർ സോൾട്ട് നമ്മൾ റെഡിയാക്കി വെച്ചു. KMnO4 നമ്മൾ ബ്യൂററ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ മോർ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഒരു 20 ml നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഡൈലൂട്ട് H2SO4, സാധാരണ ഒരു ടെസ്റ്റ് ട്യൂബ് ഫുള്ളാണ് ഡൈലൂട്ട് H2SO4 ഒഴിക്കുക. കോണിക്കൽ ഫ്ലാസ്കിലാണ് ഇതെടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമ്മൾ ടൈട്രേറ്റ് ചെയ്യാണ്. ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ലൈറ്റ് പിങ്ക് കളറാണ് കിട്ടുന്നത് നമുക്ക്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യണം അൺടിൽ യു ഗെറ്റ് ദ കൺകോർഡൻറ്റ് വാല്യൂ. എന്നിട്ട് നമ്മൾ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോവുകയാണ്. അപ്പം ബ്യൂററ്റ് റീഡിങ് എത്രയാണ് KMnO4 യൂസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കണം. ഇത് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലേക്കാണ് പോകണം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം നിങ്ങൾ ഇതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ പഠിക്കണം കേട്ടോ. 1 MnO4 മൈനസ് പ്ലസ് 8H പ്ലസ് പ്ലസ് 5Fe2 പ്ലസ് ഗിവിങ് 5Fe3 പ്ലസ് പ്ലസ് Mn2 പ്ലസ് പ്ലസ് 4H2O. ഇത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് വന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എത്ര മാസ് ഓഫ് മോർ സോൾട്ട് എടുക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വൈവേയിൽ അവർ ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതെന്ന്. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണെന്നറിയാം അല്ലേ. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. മോർ സോൾട്ടിൻ്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 392 ഗ്രാമാണ്. ഇനി ഗിവൺ മാസ് എന്ന് പറയുന്നതാണ് നമ്മൾ എത്ര മാസ് ഓഫ് മോർ സോൾട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം ഇൻ 100 ml സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോണത്. അതുകൊണ്ട് ഈ ഗിവൺ മാസ് നമുക്ക് അറിയാത്തതുകൊണ്ട് അത് എക്സ് എന്ന് കൊടുത്തു. എക്സ് ബൈ 392 മോളാർ മാസ് ഓഫ് മോർ സോൾട്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ നമ്മൾ ഉണ്ടാക്കുന്നത് 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലാണ്. സോ 100 ml എന്നുള്ളത് ലിറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 100 × 10⁻³ കാരണം മൊളാരിറ്റി എപ്പോഴും നമ്മൾ വോളിയം ഇൻ ലിറ്റേഴ്സിലാണ് പറയേണ്ടത്. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞല്ലോ. ഇതാണ് ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര മാസ് ഓഫ് മോർ സോൾട്ട് ഞാൻ എടുക്കണം. സോ ആ എക്സ് ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. ഇത് മോളാർ മാസ് ഓഫ് മോർ സോൾട്ട് എടുത്തിരിക്കുന്നത് 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലാണ്. സോ 100 × 10⁻³ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട് M/20 മോർ സോൾട്ട് സൊല്യൂഷനാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് മൊളാരിറ്റി ഈസ് 1/20.
ചിലപ്പോൾ ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ M/20 പകരം M/10 ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പം ഏതാണോ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് ഈ 1/20 എന്ന് പറയുന്നത് 0.05 ആണ് കേട്ടോ. ചിലപ്പോൾ 0.01 ചോദിക്കാം. അപ്പോൾ ഏത് രീതിയിൽ നിങ്ങൾക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് ഒരേ മെത്തേഡ് തന്നെയാണ് മാസ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഗിവൺ മാസ്. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 1.96 ഗ്രാം എന്ന്. അപ്പം നമ്മൾ 1.96 ഗ്രാമാണ് മോർ സോൾട്ട് വേ ചെയ്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു, ടൈട്രേഷൻ നടത്തി, വി വിൽ ബി ഗെറ്റിംഗ് ദ എൻഡ് റിസൾട്ട്. പ്യൂരിറ്റി റീഡിംഗ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് 20 ml ഓഫ് മോർ സോൾട്ട് സൊല്യൂഷനാണ് പിപ്പറ്റ് ഔട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്കുണ്ട്. ഇനി നമ്മൾ ഫൈനൽ കാൽക്കുലേഷനിലേക്ക് പോകാൻ പോകണം. ഇനി ഇപ്പോൾ ടൈട്രേഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് പ്യൂരിറ്റിയിൽ കിട്ടിയ വാല്യൂ 10.5 ആണെന്ന് വിചാരിച്ചോ. കൺകോർഡൻറ്റ് വാല്യൂ 10.5 ആണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. നമ്മുടെ ഇക്വേഷൻ എന്താണ്? M1V1/N1 is equal to M2V2/M2. നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇതുപോലൊരു എന്താ പറയുക, മാർജിൻ വരച്ചിട്ട് രണ്ട് സൈഡിലും ചെയ്യാം കേട്ടോ. ഇത് KMnO4ൻ്റെ ആയിരിക്കണം, ഇത് മോർ സോൾട്ടിൻ്റെ ആയിരിക്കണം. മാറ്റി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ KMnO4ൻ്റെ എല്ലാം ഒരു സൈഡിൽ വരണം, മോർ സോൾട്ടിൻ്റെ എല്ലാം വേറൊരു സൈഡിൽ വരണം കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? മൊളാരിറ്റി ഓഫ് KMnO4 അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് M1 എന്ന് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ബ്യൂററ്റിലെ ടൈട്രേഷൻ കഴിഞ്ഞിട്ട് കിട്ടിയ വാല്യൂ, അതായത് KMnO4ൻ്റെ വാല്യൂ കിട്ടിയത് 10.5 ആണെന്ന് വിചാരിച്ചോ. സോ 10.5 ഈ N1 എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞത് ഈ ബാലൻസ്ഡ് ഇക്വേഷൻ്റെ ഈ മോൾ റേഷ്യോ ആണ് 1/1 ഈസ് ഈക്വൽ ടു, ഇനി M2 എന്ന് പറയുന്നത് ഏതാണ്? മോർ സോൾട്ടിൻ്റെ മൊളാരിറ്റി. അത് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത്. M/20 എന്ന് പറഞ്ഞിട്ടുണ്ട്. M/20 or 1/20 എന്ന് പറഞ്ഞാൽ 0.05 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആ ഡാറ്റ. ഇൻറ്റു നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്തെടുത്തത് 20 ml മോർ സോൾട്ടാണ്. സോ വോളിയം 20/E5, അതായത് ഇതിനകത്തുള്ള മോൾ റേഷ്യോ 5 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫെറിക് അയോണിൻ്റെ, ദറ്റ് ഈസ് Fe3+ൻ്റെ 5. ഇനി എന്ത് ചെയ്യണം? നമ്മൾ മൊളാരിറ്റി ഓഫ് KMnO4 കണ്ടുപിടിക്കണം. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ 0.019 എന്ന് കിട്ടും. 0.019 മോളാർ. എപ്പോഴും നിങ്ങൾ എഴുതുമ്പോൾ യൂണിറ്റ് എഴുതണം കേട്ടോ, ക്യാപിറ്റൽ M. സോ യു വിൽ ഗെറ്റ് ദ മൊളാരിറ്റി ഓഫ് KMnO4. ഇനി ഇതിനകത്ത് ഈ ക്വസ്റ്റിനകത്ത് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് KMnO4 സൊല്യൂഷനും കൂടി ചോദിച്ചിട്ടുണ്ട് ഇൻ ഗ്രാം പെർ ലിറ്റർ. അപ്പോൾ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ മൊളാരിറ്റി ഇൻറ്റു മൊളാർ മാസ് ആണ്. ആരുടെ? KMnO4ൻ്റെ. ഓൾറെഡി നമുക്കറിയാം മൊളാരിറ്റി ഓഫ് KMnO4 നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു ഈ ഒരു ഡാറ്റ വെച്ചിട്ട് 0.019. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മോളാർ മാസ് ഓഫ് KMnO4 അതും പഠിച്ചു വെച്ചേക്കണം. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 158 ആണ്. സോ 0.019 ഇൻറ്റു 158. So you will be getting the final answer as 3 gram per liter. ഇത് സ്ട്രെങ്ത് ഓഫ് KMnO4 ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇതേപോലെ നമുക്കിനി ഏത് കോൺസെൻട്രേഷൻ്റെ വേണമെങ്കിലും, ഇനി മോർ സോൾട്ടിന് പകരം ഓക്സാലിക് ആസിഡ് വേണമെങ്കിലും ചെയ്യാം. മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്.